അതല്ല അങ്കിൾ, മുമ്പ് ആര്യനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവര് വീണ്ടും കിഡ്നാപ്പ് ചെയ്ത് കാണുമെന്ന് എന്റെ പേടി. ഏയ്, അതിന് തീരെ ചാൻസ് ഇല്ല. ഇനി അത്തരം ഡ്രാമയൊന്നും നടക്കില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം. എന്താന്ന്? ആ മോളെ, വെറുതെ അവനെ കുറിച്ച് ആലോചിച്ച് സമയം കളയണ്ട. അവൻ എവിടെയെങ്കിലും എൻജോയ് ചെയ്യായിരിക്കും. അതെനിക്ക് നല്ല തീർച്ചയാണ്. അല്ല, മോളെന്തിനാ അവനെ കാണാൻ ആ വീട്ടിലേക്ക് പോയത്? എന്താ മോളെ, ആ കിഡ്നാപ്പിംഗ് ഇഷ്യൂവിന്റെ പേരിൽ അവൻ നിനക്കെതിരെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയോ? ഇല്ലങ്കിൾ, ജസ്റ്റ് ഇതുവഴി വന്നപ്പോ ഞാനും അർജുനും കൂടി കയറിയതാ. ഓ, അർജുൻ കൂടെ ഉണ്ടോ? എങ്കിലേ നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യങ്ങൾ നടത്ത. ആര്യനെ വേറൊരു ദിവസം കണ്ടാൽ മതി. ശരി അങ്കിൾ. ആര്യൻ എവിടെയാണെന്ന് SP അങ്കിളിന് ഒരു വിവരവും ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. നമുക്കേ അശോകൻ ചെയ്യേണ്ട ചായക്കടയിലേക്ക് പോവാം. 2 പഴംപൊരി തിന്നു കഴിയുമ്പോൾ ഐഡിയ താനെ വരും. അംബികേച്ചി, എന്താ ശില്പേ? ഞാനകത്ത് കുറച്ച് തിരക്കിൽ നിൽക്കുമായിരുന്നു. കുറച്ചു മുന്നേ ഇവളൊന്ന് പറഞ്ഞു നിനക്ക് അത്യാവശ്യമായി കാണണമെന്ന്. ചേച്ചി, കീർത്തിയും ഭർത്താവും കൂടി വരുന്നുണ്ട് വിരുന്നിന്. വിരുന്നിന് വരുമ്പോ ചെറുക്കനെ ഒരു മാലയിട്ട് സ്വീകരിക്കുന്നതാണല്ലോ ചടങ്ങ്. അതെ അതെ, അതാണല്ലോ ചടങ്ങ്. അത് നടത്തണം. അതിന് എനിക്കൊരു 12,000 രൂപയുടെ ആവശ്യമുണ്ട്. അത്രയും കാശിന് മാല കിട്ടുമോ? കിട്ടും. സ്വർണം പൂശിയത്. അതല്ല ചേച്ചി, അത്രയും കാശടച്ച സഹകരണ ബാങ്കിലെ ചിട്ടിയിൽ നിന്ന് അവർ ലോൺ തരും. അല്ലെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം കിട്ടണമെങ്കിൽ സഹകരണ ബാങ്ക് മാത്രമേ ശരണമുള്ളൂ. അതെ, ഒരു 12,000 രൂപ കടം തരികയാണെങ്കിൽ അധികം വൈകാതെ ഞാൻ മടക്കി തരാം. ഏറിയാൽ 1 മാസം, അതിനുള്ളിൽ ഞാൻ തിരിച്ചു തരാം ചേച്ചി. അയ്യോ ശില്പേ, ഇവിടെ അത്രയും കാശൊന്നും ഇരിപ്പില്ല. അക്കൗണ്ടിലും ഇല്ല. വല്ല 10,000 10,000 ആയിരുന്നെങ്കിൽ മറിക്കായിരുന്നു. ബ്ലൗസ് തച്ചോ മറ്റോ തിരിച്ചു തന്നാ മതിയല്ലോ. ഇപ്പൊ ഇത്രയും കാശ്. സാരമില്ല ചേച്ചി, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. ഓ ആയിക്കോട്ടെ. കൊടുക്കാതിരുന്നത് ഏതായാലും നന്നായി. എങ്ങനെ കൊടുക്കാനാ? ഇവളുടെ അച്ഛൻ 6 മാസം മുന്നേ 500 വാങ്ങിക്കൊണ്ടു പോയതാ. തിരിച്ചു തരുന്നതിനെ കുറിച്ച് ഇതുവരെ മിണ്ടിയിട്ട് പോലുമില്ല. ഇവൾക്കും കൊടുത്താൽ തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. ആ ഭാര്യക്കുലി ശിവാനന്ദനുള്ളപ്പോ ഇവളെന്തിനാ പൈസക്ക് വേണ്ടി തെണ്ടുന്നേ? അയാളോടൊന്ന് ചോദിച്ചാ പോരെ? അതെ, പിന്നല്ലാതെ. രാത്രികാലങ്ങളിൽ അയാളുടെ വരവും പോക്കും ഉണ്ടെന്നാ പുറത്ത് കേൾക്കുന്നത്. ഞാനിതുവരെ കണ്ടിട്ടില്ലേ. അതിന് നമ്മളെ കാണിച്ചുകൊണ്ടാണോ ഇതൊക്കെ നടത്തുന്നേ? ആര്യനെ കാണുന്നില്ല എന്നും പറഞ്ഞ് ധ്വനി വിളിച്ചത് വല്ലാത്തൊരു വെപ്രാളത്തോടെയാ. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വാമി. ആര്യൻ തനിച്ച് താമസിക്കുന്ന വീട്ടില് ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്തിനെങ്ങനെ പോകുന്നത്? ആ പോക്കത്ര ശരിയല്ലല്ലോ. SP പറഞ്ഞതൊക്കെ ശരിയാ. ആ വീട്ടിലേക്കുള്ള ധ്വനിയുടെ പോക്ക് ഒട്ടും ശരിയല്ല. പക്ഷേ അതിലൊരു ശരിയില്ലേന്ന് ചോദിച്ചാ അതൊരു വലിയ ശരിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഓ, താൻ ഇങ്ങനെ വളവളാന്ന് ശരിയും ശരികേടും പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ഒരു ചുക്കും മനസ്സിലാവില്ല. വെറുതെ വളഞ്ഞു ചുറ്റി മൂക്ക് പിടിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. അതായത് SP ആര്യനെ ധ്വനി എവിടെയോ വെച്ച് കണ്ടു.
കണ്ട നിമിഷം തന്നെ അവനെ അവൾക്ക് ഹഠാത് ആകർഷിച്ചു. എന്തോന്ന്? ഹഠാത് ആകർഷണം. ആര്യനെ മാത്രമേ കല്യാണം കഴിക്കൂവെന്ന് ധ്വനി പ്രതിജ്ഞ എടുത്തിരിക്കുക. മുമ്പാ എട്ടും പൊട്ടും തിരിയാത്ത പെൺകൊച്ചിനെ എന്റെ ഭാര്യയാക്കാൻ ആലോചിച്ച ആളല്ലേ താൻ? എന്നിട്ട് ഇപ്പൊ അവളെ ആര്യന്റെ ഭാര്യയാക്കാൻ നോക്കുന്നു. ഉഫ്, എന്റെ സ്വാമി. എസ് പി, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയത്. സത്യം പറഞ്ഞ ധ്വനിയെ ആര്യന്റെ ഭാര്യയാക്കാനാ അർജുൻ എന്റെ അടുത്ത് കൊണ്ടുവന്നത്. എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതുകൊണ്ട് ഞാൻ അവളെ എസ് പിയുടെ ഭാര്യയാക്കാനാ നോക്കിയത്. ഇങ്ങനെ വിവരക്കേട് മാത്രം വിളമ്പാതറും. അല്ല, ഓരോ ദിവസം കഴിയും തോറും തന്റെ ബോധം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എസ് പി, ഞാൻ പറഞ്ഞത് എസ് പി ഒന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കണം. നമ്മുടെ ആര്യനെ നേർവഴിക്ക് നടത്താൻ ധ്വനിക്ക് കഴിയും. എസ് പി ആ വഴിക്കൊന്ന് ചിന്തിച്ചു നോക്ക്. എടോ, അർജുനും ധ്വനിയും തമ്മിലുള്ള അടുപ്പം കണ്ടിട്ട് തനിക്ക് ഇതുവരെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ലേ? ഇല്ല. എന്നാലേ അവര് രണ്ടുപേരും നല്ല ജോഡിയാണെന്നും അവര് തമ്മിൽ സ്നേഹത്തിലാണെന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ധ്വനി ഒരിക്കലും ആര്യനെ വിവാഹം കഴിക്കാൻ തയ്യാറാവില്ല. ആര്യനെ കണ്ട ഉടനെ ധ്വനിക്കൊരു താല്പര്യം തോന്നിയെന്നാണ് അർജുൻ എന്നോട് പറഞ്ഞത്. അല്ലേ എസ് പി? മുമ്പ് ഒരു ഇൻഷുറൻസ് ഏജന്റ് സത്യവതിയെക്കുറിച്ച് ആര്യം പറഞ്ഞില്ലേ? അത് നമ്മുടെ ധ്വനിയാ. ധ്വനിക്ക് ആര്യനോട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, പ്രഥമ ദൃഷ്ടിയ പ്രേമം, കണ്ടതും കാതൽ. സ്വാമി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ആര്യനും അവളും നമ്മൾ ചേരും. ധ്വനി മിടിക്കുകയാണ്. പക്ഷേ അർജുനെ പോലെ ഒരു മിടുക്കൻ ചെറുപ്പക്കാരനുമായി ഇത്രയും അടുപ്പം ഉണ്ടായിട്ടും ധ്വനിക്ക് ആര്യനോടൊരു പ്രണയം തോന്നിയതിൽ എന്തോ ഒരു ദുരൂഹതയില്ലേ? ഉണ്ടോ? അവള് സ്നേഹിക്കുന്നത് ആര്യന്റെ പേരിൽ ഭാവിയിൽ വരാനിരിക്കുന്ന സ്വത്തിനെയാണോ എന്നെനിക്ക് സംശയമുണ്ട്. ആര്യന് വധുവായി വരുന്നവള് അവനെ നേർവഴിക്ക് നടത്തുകയാണ് വേണ്ട. അതിനു പകരം അവന്റെ കൂടെ കൂടി അവളും എന്നോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാലോ? അവള് ചങ്കരനൊത്ത ചക്കിയാവില്ലെന്ന് എന്താ ഉറപ്പ്? തൽക്കാലം ഒരുറപ്പുമില്ല. എന്തായാലും എസ് പി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ഞാനൊന്ന് വിശദമായി അന്വേഷിക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനം എടുത്താൽ മതി. കീർത്തി, ഒന്ന് വേഗം വാ, സമയമായി. ആ, വേഗം വാ.